ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയില് സന്തോഷിയുടെ കണ്ടന്റ് സന്തോഷി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷം. ഹലോ ഒരു മിനിറ്റ്, സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു, അതിന്റെ സോങ് ഉണ്ട് സാർ, ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. സ്വന്തമായി മൂന്നാംകര ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ മൂന്നാംകര ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറയട്ടെ, ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റവന്റെ സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്.